കേരളോ എനിക്കറിയാൻ തോക്കാൻ ഒരു അതി മനുഷ്യനെ കളിയാക്കണ ഏർപ്പാട്. മണി 10 കഴിഞ്ഞു. ഉച്ചക്കേ നമ്മ തിന്ന അതിനാ താമസ്. ഇതാ പിടിച്ചോ. പോവാ. അത് പറയണം. ഈശ്വര ഉടനെ വരുമോ അതോ? ആ, എനിക്ക് അത്യാവശ്യമായി ഒരു സുഹൃത്തിനെ കാണാനുണ്ട്. അരവിന്ദന്റെ കാര്യം ചെയ്യേ, വണ്ടി അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്തു. ഈ പട്ട എവിടെ പോയി കിടക്ക പണ്ടറങ്ങാനായിട്ട്? സാറേ, മനുഷ്യനായ കുറച്ച് മനുഷ്യത്വം വേണം. നമ്മൾ ഒരുമിച്ച് ഒരു കാറിൽ വന്നു. സാർ ഇവിടെ ഇരുന്ന് ഞാൻ പുറത്തിരുന്ന് കൊതുകടി കൊള്ളുക. എനിക്കും കൂടി പറ. എടോ, ഡ്രൈവർമാരായാൽ ഡ്രൈവർമാരുടെ നിലയ്ക്ക് നിൽക്കണം. നിക്കാം, പക്ഷെ പ്രൊഫസർമാരുടെ നിലയ്ക്ക് നിൽക്കണം. പറഞ്ഞാട്ടെ? പറഞ്ഞില്ലെങ്കിലോ? വേണ്ട, പറയണ്ട. പക്ഷെ സംഭവം വീട്ടിലറിയും. അതെങ്ങനെ? തിന്ന ചോറിന് നന്ദി കാണിക്കണ്ടേ സാറേ? എനിക്കൊരു ഉത്തരവാദിത്വമൊക്കെ ഇല്ലേ? ഞാൻ വീട്ടിൽ പോയി അമ്മാളോട് പറയാണ്ടിരിക്കൂ. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഇങ്ങനത്തെ ഒരു വിസ്കി, 2 വിസ്കി. അരവിന്ദനെ ആരും പിടിക്കണ്ട. അരവിന്ദന് വഴി അറിയാം. നാട്ടുകാരെ കേട്ടോട്ടെ. നാട്ടുകാരൊന്നുമില്ലല്ലോ ചെലവിനെ. ഈ കാറി അതല്ല, അതാ വണ്ടി. ഇവിടെ വേണ്ട, ഇങ്ങനെ വേണേ ഇങ്ങനെ പോവാം. ഇവിടെ കയറണോ? ഒരു ദിവസം പ്രൊഫസർ ഡ്രൈവറാവും, ഒരു ദിവസം ഡ്രൈവർ പ്രൊഫസറാവും. സമി ഇപ്പൊ തന്നെ ഓവറാണ്. സൂക്ഷിച്ചു ഓടിക്കുക. ഞാൻ ഇതിന്റെ പിന്നില് പതുക്കെ കിടന്ന് ഉറങ്ങാണ്. ഞാൻ പറയാം, വണ്ടി വിട്ടേക്കാം സ്വാമി. ഓട്ടെ സ്വാമി. നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബില്ല് ഞാൻ ഒരു ലൈനിൽ സുരേഷ് മെന്ന് വിട്ടിട്ടുണ്ട്. ആ ബില്ല് ഇവിടെ ചെന്നാ ഉടനെ തന്റെ കാശ് കൈ കിട്ടും. വെറുതെ മനുഷ്യന് ചുറ്റിക്കില്ലല്ലോ. താൻ പേടിക്കണ്ടോ നമ്മളെ? രോഹിണി എന്ന് പറഞ്ഞ അയക്ക് ജീവനാ. തന്റെ നക്കാപ്പിച്ച ബില്ല് അയക്ക് പുല്ലാണ് പറഞ്ഞിട്ട് അവസാനം ബില്ല് ഇങ്ങനെ തിരിച്ചു വരരുത്. തനിക്ക് എന്നെ അറിഞ്ഞൂടാ? അറിയാം. അതുകൊണ്ടാ മുമ്പേ തന്നെ പറഞ്ഞത്. വേഷങ്ങളൊക്കെ എവിടെ? പഠിക്കവരെ എടുത്തിട്ടുണ്ട്. കൈവണ്ടിയിലാ കൊണ്ടുവന്നിരിക്കണേ. പോയി എടുത്തോണ്ട് വാ. ഉണ്ടല്ലോ ആനരപ്പഴ. ഏതായി രോഹിണി? ലിസ്റ്റിൽ ഒരുപാടുണ്ടല്ലോ, ഓർമ്മയാണില്ല. സത്യമായിട്ടും ജെയിംസ്, എനിക്ക് തരാമെന്നറിയില്ല. എന്നാലൊരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഒരു ക്ലാർക്കിനെ കൊണ്ട് ഇതൊന്ന് അന്വേഷിപ്പിക്കാം. ആറ്റിക്കളഞ്ഞാലും അളന്നു കളയണമെന്നാണല്ലോ പ്രമാണം. വേണ്ട, ആ ബില്ലിങ് ഇതാ, ഞാൻ തന്നെ അന്വേഷിച്ചോളാം. ഒരു ക്ലർക്കിന്റെ വേഷം കെട്ടി എനിക്ക് ചേരുമോ എന്ന് നോക്കട്ടെ. ചേടാ, കടുവയെ കിടവ പിടിച്ച കഥയായല്ലോ. എന്താ സാറേ, ബില്ല് പാസ്സായ? അതിന്റെ കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങളല്ലേ 30,000 രൂപയുടെ ബില്ല് അയച്ചത്? അതെ, ഇതിലൊരു കള്ളത്തരില്ലാട്ടോ. ബില്ലെന്തേ അവിടേക്ക് അയച്ചത്? പിന്നെ എന്റെ അമ്മായിപ്പന്റെ വീട്ടിലേക്ക് അയക്കാ. നിങ്ങൾ ചെക്കിങ്ങിന് വന്നതായിരിക്കും അല്ലേ? ബില്ല് സുരേഷ് മേനോൻ സാർ കണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. അതാ കുഴപ്പം. അങ്ങേര് കണ്ടാ ഉടനെ പാസ്സാക്കിയേനെ. അതെന്താ? സുരേഷ് മേനോൻ സാറിന്റെ കാമുകി ബാലയിൽ അഭിനയിക്കാൻ വേണ്ടി എടുത്ത ഡ്രസ്സിന്റെ വിലയും അതിന്റെ തയ്യൽ കൂലിയുമാണ് ആ ബില്ല്. എനിക്ക് അല്ല, അങ്ങേർക്ക് അങ്ങനെ ഒരു കാമുകയില്ലല്ലോ. പിന്നെ തന്നോട് എഴുന്നള്ളിച്ചിട്ടാണല്ലോ അയാൾ പ്രേമിക്കാൻ പോണത്. ഇതൊക്കെ മുതലാളി വേറെ സ്വന്തം കാര്യം. താൻ ബില്ല് മുതലാളിയുടെ കൈ കൊടുത്താൽ മതി, അത് പാസ്സായിക്കോളൂ. ശരി, കൊടുത്തേക്കാം. അല്ല, നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? കീരിക്കാട്ട് ചെല്ലപ്പൻ പറഞ്ഞു. കീരിക്കാട്ട് ചെല്ലപ്പൻ അയാളുടെ ട്രൂപ്പിലെ നായിക രോഹിണിയ സുരേഷ് മേനോൻ സാറിന്റെ കാമുകി. ഈ ബാലേ ട്രിപ്പ് എവിടെയാ?
അത് ഇവിടെ അടുത്താ. അപ്പൊ ഞാൻ വരട്ടെ? സാറേ ആ ബില്ലൊന്ന് പാസ്സാക്കണേ. ആ നോക്കട്ടെ. നമുക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. തേങ്ങ അടിക്കണം പറഞ്ഞ അമ്മയുടെ നെഞ്ചത്ത് തന്നെ വേണോ? എന്താ പറഞ്ഞേ? അല്ല, ഈ കാശ് ഉടനെ ശരിയാക്കാം. ആ എന്താ തണുപ്പ് ഐസ് ഫാക്ടറി അത്? ആരാ ഇവിടുത്തെ മാനേജര്? ഇത് അദ്ദേഹമാണ്. അയാളാ? ആ. ആ. നമ്മളിവിടുത്തെ മാനേജരെ? അതെ, ഇരിക്കൂ. ഇരുത്തരുത്. എന്റെ ബില്ല് പാസ്സായിട്ടോന്ന് അറിയാൻ വന്നതാ. ഏത് ബില്ല്? കെ സിനി കോസ്റ്റ്യൂംസിന്റെ ബില്ല്. ചില്ലറയൊന്നുമല്ല, 30,000 രൂപയുടെയാ. ഓഹോ, നിങ്ങളായിരുന്നു ആ ബില്ല് അയച്ചത്. എന്താ നിങ്ങളുടെ പേര്? കെ കുര്യൻ, കിഴക്കും പാട്ട് കുര്യൻ. മിസ്റ്റർ കുര്യൻ, ആ ബില്ലിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരുത്തം വന്ന് അന്വേഷണം നടത്തിയിട്ട് പോയല്ലോ. അത് നിന്റെ അളിയനെ? ആളെ ചുറ്റിക്കരുത്. സംതിങ് വേണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോ? ക്ഷണിക്കണം. ദേ വെറുതെ കുര്യന്റെ സ്വഭാവം ചിറ്റാക്കരുത്. നാട്ടിൽ കിടന്ന പെമ്പിള്ളേർക്ക് ബാല കളിക്കാൻ തുണി നിന്നിപ്പിച്ചിട്ട് കാശ് തരില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ തരാൻ പറ്റില്ല. ആ ചെറ്റ കുട്ടാ, കാശ് മേടിക്കാൻ എനിക്കറിയാം. നിന്റെ അടുത്തുനിന്നല്ല, നിന്റെ അപ്പന്റെ അടുത്ത്. പോലീസിനെ വിളിക്കണം. തമാശ കളിക്ക. എന്തിനടി അടിച്ചത്? എന്ത് വേണമെന്നറിയോ? ഇങ്ങനെ അടിക്ക. ആര് പറഞ്ഞു ഇങ്ങനെ അടിക്കാൻ? കാശില്ലേ പറ, ഞാൻ കീഴ്ക്കാരൻ്റെ മേടിച്ചോളാം. അതിന് പോലീസിന് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇനി ഇങ്ങനെ പുറമേ ഒന്നും ആരും അടിക്കരുത് കേട്ടാ. എന്തത് ഇങ്ങനെ? ഞാൻ പോവാ. ഓ, പക്ഷേ കൊന്നത് മാടശ്ശേരി തമ്പി അല്ലാന്നും ആരൊക്കെയോ ചേർന്ന് ചതിച്ചതാണെന്നാണ് പലരും പറയുന്നത്. ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. തമ്പി ആരെയും കൊല്ലില്ല, അത് എനിക്കറിയാം, നല്ല പോലെ അറിയാം. 10-15 കൊല്ലം ഞാൻ അയാളുടെ കണക്കപ്പിള്ളി. തമ്പിയെ ചതിച്ചത് പാലത്തറക്കാരാണെന്നാ പറയണേ. പക്ഷേ തമ്പി കോടതിയിൽ കുറ്റം സമ്മതിച്ചു. എന്തിനാ? പിന്നെ ജയിലിൽ ചാടി. അതെന്തിനാ? ഈ ഉത്സവത്തിന് തമ്പി അദ്ദേഹം എത്തൂന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തിനാ? എന്തിനാ? ഉത്സവം കാണാനല്ല. ചതിച്ചവന്മാരോടൊക്കെ പകരം ചോദിക്കാൻ. അതാരാണെന്നറിയോ? അറിയില്ല. എനിക്കും അറിയില്ല. ഇതിന്റെ ഇടയില് പ്രേമെന്നും കല്യാണെന്നും പറഞ്ഞ് നടന്നാൽ കല്യാണം നടക്കില്ല, നിങ്ങളും നടക്കില്ല. അതെന്താ? പിച്ച വെച്ച് നടന്ന കുഞ്ഞിക്കാലുകൾ രണ്ടും അവര് വെട്ടിയെടുത്താ പിന്നെ പിച്ച എടുക്കാൻ പറ്റൂടാ തെണ്ടി പട്ടികളെ. നമ്മളിപ്പോ എവിടെ വന്നേ? പറയാൻ വന്നിട്ട് ഞാൻ അവിടുന്ന് എവിടെ വന്നത്? എന്നെ വഴിതെറ്റിക്കാൻ നോക്ക വൃത്തികെട്ടവന്മാര്. ഈ കോങ്ങണിന് പ്രാന്തമുണ്ടോ? നിങ്ങൾ ഈ പൂരപ്പറമ്പിൽ കഥന നിരത്തി വെച്ചിരിക്കുന്ന പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് കുട്ടിക്കളിയല്ല, അവന്മാരുടെ ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയാ. നീ ഇങ്ങനെ നനഞ്ഞ പടക്കം പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഒന്ന് തീ കൊടുക്കടി ആമിട്ടെ. എന്നാ തീപ്പെട്ടി എടുത്തോണ്ട് വരട്ടെ. എന്റെ ദൈവമേ, നാട് മുഴുവൻ പാലത്തറക്കാരും മാടശ്ശേരിക്കാരും ആളുകളെ നിർത്തിയിരിക്കുക. അവരിവിടുന്ന് രക്ഷപ്പെടാതിരിക്കാൻ. ഇതിലിപ്പോ ഏത് കഥ പറഞ്ഞാലും അവന്മാരുടെ കഥ അതോടെ തീരും. അതിനു മുമ്പ് നിന്റെ കഥ ഞാൻ കഴിക്കും. ഞാൻ തന്നെ പറയാം എല്ലാരോടും, അവരെങ്ങനെങ്കിലും രക്ഷപ്പെടുത്തിയേ പറ്റൂ. ഇനി നേരെ പറഞ്ഞാലൊന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ല. അല്പം വളഞ്ഞ വഴി നമുക്ക് എന്തെങ്കിലും ആലോചിച്ചാലോ? വളഞ്ഞ വഴി എന്തെങ്കിലും അറിയോ? ഇല്ല. നീ മിണ്ടരുത്. ഈ കുട്ടിത്തേവാങ്ങളുടെ തലം മുഴുവൻ അതല്ലേ. എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. അവരെങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ. ചാക്ക പൊക്ക് പൊക്ക്. ഹലോ, ഇതിനകത്തോട്ട് കേറുന്ന ഒരാൾക്കൂടെ സ്ഥലമുണ്ട്. നീ കിന്നാരം പറയാണ്ട ചാക്കിന്റെ ഡോർ അടക്കടി. നീ തൊരപ്പം മാളത്തിൽ നോക്കണ പോലെ വിളിക്കണ്ട നോക്കണേ. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. കാല് പൊക്കി വെക്കി, ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെക്കി, ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെച്ചോ, ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെക്കണ്ട, ഇനി പടിയില്ല. അയ്യോ, വണ്ടി കയറ്. വണ്ടിയുടെ ഡോർ എവിടെ? വണ്ടിക്ക് ഡോറൊന്നുമില്ല. കാറിനേക്കാളും സൗകര്യമുള്ള വണ്ടിയല്ലേ. ട്രെയിനിൽ ബെർത്ത് കേട്ടിട്ടില്ലേ? അത് തന്നെയാണിത്. ഇത് ടി വരെ ചെക്ക് ചെയ്യൊന്നും ഉണ്ടാവില്ല. കിടന്നോ? കേറി കിടന്നു. ഏയ്, ഒരാളവിടെ പോയി. ദേ അവിടെ. അപ്പം മറ്റോനോ? ദേ ഇവിടെ നിക്കണോ? അപ്പം മറ്റേയാളവിടെ പോയി. ദേ അവിടെ കിടക്കണോ? അപ്പൊ നിനക്ക് ആദ്യമേ പറഞ്ഞൂടെ? നിങ്ങൾ ചിരിക്കുന്നു വേണ്ട. നിങ്ങൾ വന്നു തുടങ്ങിയത് എന്റെ കഷ്ടകാലം. വാമോനെ വാ. വാമോനെ ഇവിടെ കയറി കിടന്നോട്ടാ. സുഖമായിട്ട് കിടന്നോ. എന്താ ഈ ഞാണ്ട് കിടക്കണത്? അത് കാല. എന്നാ പിന്നെ അത് കയറ്റി വെക്കി. രണ്ടാളും ഇല്ലേ? 2 തലയുണ്ട്. തള്ളിക്കോ. ഇതെന്താ അങ്ങോട്ട് പോണ? ഇതെന്താ അങ്ങോട്ട് പോണു? ഈ വണ്ടിയുടെ തല ആരാ അവിടെ കൊണ്ടുവച്ചത്? വലിക്കടാ. ഇന്ന് തള്ളു.
ഓ എന്തൊരു മുട്ടിഞ്ഞ കനത്. വന്നപ്പോ മുതൽ തുടങ്ങിയതല്ലേ ഫുഡ് റെഡിയായോന്ന്. അതിന്റെ കന ഇല്ലാണ്ടിരിക്കോ? എന്താ വണ്ടി നിർത്തിയത്? നോക്കിയേ ഏ? തരാട്ടെ. എന്താ ചാക്കില്? കുറച്ച് പിണ്ണാക്ക. നിന്റെ തലയിൽ എന്താണെന്നല്ല ചോദിച്ചത്. ചാക്കില് പിണ്ണാക്കാന്നാ ഞാൻ പറഞ്ഞത്. തലയിലും ചാക്കിലും ഓ പിട്ടാങ്കോ? പിള്ളച്ചേട്ടാ, ഞാനൊക്കെ വിളിച്ചു പറയൂട്ടോ. വേണ്ട, നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. കഥ പറയാൻ 2 കാതികയൊന്നില്ലേ? കൊച്ചിൻ ബ്രദേഴ്സ്. അവരാ ഈ ചാക്കിൽ. എന്താ വേണോ? വാഴപ്പിണ്ടി ചാക്കിലാക്കി ഈ മാസം പറ്റിക്കാമെന്ന് വിചാരിച്ചില്ലടാ. അവന്മാർ എവിടെയെങ്കിലും കണ്ടുപിടിക്കണം. യബ്ബാ! അയ്യേ, എന്നാ പിന്നെ ഞങ്ങൾ അഴിച്ചു കാണിച്ചു കൊടുത്തൂടെ? ഏത് ഈ മുണ്ട? അല്ല ചാക്ക്. ഒറ്റ അടി വെച്ചെന്നാണല്ലോ വലിക്കടാ. അങ്ങനായിട്ട് ആ കഥാപ്രസംഗക്കാരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാ പറ്റൂ. പേടിക്കാൻ സാറേ, അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്നെ ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റി തരാമെന്ന് പാലത്തറക്കാർ വാക്ക് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പട്ടിക്കാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. എന്താണോ ചാക്കില്? അതെ, വാഴക്കൊലയാ, നാടൻകായ. ആഹാ, വാഴക്കൊല ഉന്നം നോക്കാൻ പറ്റിയ സാധനം. അയ്യോ അയ്യോ അയ്യോ, എന്തൊരു ഉന്നാകൃത്യം കൊലക്കിട്ട് തന്നെ കൊണ്ടു. കണ്ടോ, ഇപ്പോഴും എന്നെ ഉന്നം തെറ്റിട്ടില്ല. വല്ലോടത്തും കൂർക്കായി നിന്നൂറോ. ഞാൻ നിന്റെ എവിടെ കൊണ്ടേ? എന്തേ കാണണോ? അത്ര മോശപ്പെട്ട സ്ഥല? അതെ. അയ്യോ, എന്നാ വേണ്ട. വേണേ പൊക്കിയോടെ പോകണ്ട. അയ്യേ വേണ്ട. പിടിച്ചോ പിടിച്ചോ, വലിച്ചു പിടിച്ചോ, വലിച്ചു പിടിച്ചോ. ഇറക്കണോ? ഇറക്കം. പിടി. എവിടെയെങ്ങനെ ആ ബോട്ടിലേക്ക് വെച്ച് പതുക്കെ പിടിക്കട്ടെ. പാതിക്കാടോ പിടിക്കുന്നത്? എന്താ സാധനം ഇത്? പൊട്ടണ സാധന. അത് ഗാനഭൂഷണം. അടിയുള്ള നിനക്ക് മിണ്ടരുത്. അതെ, ഗാനഭൂഷണത്തിന്റെ കാസറ്റുകൾ ചാക്കിലാക്കി കൊണ്ടുവന്നിരിക്കുക. ആ സൂക്ഷിച്ചോടൊച്ച സൂക്ഷിച്ചോടൊച്ച. ഒന്ന് സഹായിക്കടാ. പരദൂഷണത്തിന്റെ കാസറ്റാണ്. ചവിട്ടിക്കൂട്ടില്ലേ? മതി. ചേട്ടാ, മൂത്രമൊഴിക്കണമായിരുന്നല്ലോ. എന്റെ ദൈവമേ, ഇതെന്താ പൊന്താണ്? മൂത്രമൊഴിക്കണത് നീ ചാക്കിലേക്ക് മുള്ളിക്കൊള്ളാൻ ആരും കാണില്ല. ഇതെന്താ ഒരു നാറ്റം? അയ്യോ, പാനാണോ? ഞാൻ വിചാരിച്ചു പാമ്പാണെന്ന്. എന്തിനാ വന്നേ? എങ്ങനെയോ വന്നു പോയിട്ടാ. തിരിച്ചു പോവാൻ വഴി അറിയില്ലാട്ടാ. എന്നാ പിന്നെ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. എന്നാ പൊക്കോ. ഒരു സ്മോള് കിട്ടിയ ഞാൻ ട്രൈ ചെയ്യാട്ടാ. അവിടെ ഒന്ന് കഴിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ടാ. ഇനി എനിക്ക് വഴി പറഞ്ഞു തരുമോ? ഈ പാറക്കൂട്ടം താഴെ ഇറങ്ങണം. എങ്ങനെ? ഈ പാറക്കൂട്ടം താഴെ ഇറങ്ങണം. എന്റെ അമ്മേ. എന്ത്? ഒന്നുമില്ല. ഇരുട്ടത്ത് കടപ്പുറത്തൂടെ ഒരുപാട് ദൂരം നടക്കണം. കുറച്ചു ദൂരം ചെന്ന് സൂക്ഷിച്ചു നോക്കിയാ ട്യൂബ് ലൈറ്റുകൾ മിന്നുന്ന കാണാം. ഞങ്ങൾ എളുപ്പ വഴി അങ്ങ് എത്തിക്കൊള്ളാം. പരന്തു, ഇങ്ങനത്തെ ഒരു ഗ്ലാസ് നിറച്ചു. ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സും ഇല്ല, 2 ഗ്ലാസ്സും ഇല്ല. വരുന്നു. ഇയാള് പോടോ. 2500 രൂപ ശമ്പളം ഞാൻ അമ്മാവനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 1500 കിട്ടും. 1000 രൂപ എടുത്തിട്ട് 500 രൂപ എനിക്ക് തരണം. പരുന്തും പ്രാവും ഒന്നും അല്ലെന്ന് ഞാൻ പറയുന്നത്. സായിപ്പന്മാർക്ക് പുട്ടും കടലയും കൊടുത്ത് ബിസിനസ് ഉണ്ടാക്കാമെന്നാണ് എന്റെ ചേട്ടൻ വല്ലഭായിയുടെ ഐഡിയ എന്ന് എനിക്ക് അറിയാമല്ലോ. പുട്ടും കടലയും നല്ല ഐഡിയ അല്ലേ ഭായി? ഐഡിയ നല്ലതായിരിക്കും, പുട്ടും കടലയും. പക്ഷെ തനിക്ക് 300 രൂപ ശമ്പളം കിട്ടും. അനാമന തന്ത്രപ്തി നടക്കണ്ടേ? താൻ ഗോവയാണ്, ഗബ്രിയലാണെന്നൊക്കെ പറഞ്ഞ് രൂപ 2000 ഞാൻ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. താൻ കടുത്തുരുത്തിക്കാരൻ ചാക്കപ്പനാണെന്നുള്ള കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ ആകെ നാറും. ആ വല്ലഭായി ഇടപെട്ട് പാര വെച്ചാൽ പിന്നെ ഈ തെര പിടിച്ച് കടുത്തുരുത്തിക്ക് പോക്കോണ്ടാ മതി. രാവിലെ വാങ്ങിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് അമ്മാവനെ ഏൽപ്പിക്കണം. അമ്മാവനത് എനിക്ക് തരും. പർച്ചേസ് ഞാൻ നടത്തും. പർച്ചേസ് മുർച്ചേസ് താൻ നടത്തണം. ഈ കഴുത്തിൽ തുവാല കെട്ടിയിട്ടുള്ള പിശാചിന്തിനെ ഇയാളോട് നടക്കണേ? അനാമന തന്ത്രത്തേക്ക്. പരന്തു, എനിക്കൊരു കാര്യം ഉറപ്പായി. എന്താ? ഇവിടെ ആകെ ഒരു ചുറ്റിക്കളിയാ. ചുറ്റിക്കളി ഡി കർക്കടക. ഇവിടെ ഉണ്ടാക്കുന്ന ചാപ്പാട് മുഴുവൻ ഇവിടെ ഉള്ളവരും ചുറ്റുപാടുള്ളവരും തിന്ന് തീർക്കുക. അല്ലാതെ ഇവിടെ ഒരു ബിസിനസ്സും ഇല്ല, ടൂറിസ്റ്റും ഇല്ല. അടച്ചു പൂട്ടാമെന്ന് വെച്ചാൽ 2 എണ്ണം അപ്പ വരും അവകാശം പിടിക്കും. എല്ലാം വിറ്റ് തൊലയ്ക്കും. അതുകൊണ്ട് ഇതങ്ങ് നടത്തിക്കൊണ്ട് പോവുക. ഹിരോഷിനാണെങ്കിൽ രാഷ്ട്രീയത്തിലാണ് താല്പര്യം.
അവനെ എങ്ങനെങ്കിലും ഒരു MLA ആക്കണം. ആകും. ഈ പോക്ക് പോയ MLA അല്ല മന്ത്രി വരെ ആവും. പരന്തു അവൻ എല്ലാ ചുറ്റുകളിയും അറിയാം. അവൻ നല്ല മിടുമിടുക്കനായ ഒരു അയ്യോ. എന്താ ജഗത് പിള്ളേ? കുപ്പി എവിടെ? കുപ്പി? ഏത് കുപ്പി? റമ്മിന്റെ കുപ്പി എവിടെയെന്ന് രണ്ടുപേരും മാറുന്നില്ലേ? പോയി നോക്കണമല്ലോ. ജഗതു, അവിടെ ഒന്നും കാണുന്നില്ല. ഇത് നീ കണ്ടെന്ന് പറഞ്ഞതോ? 38 വർഷം നിന്റെ കൂടെ ജീവിച്ചിട്ട്. ചേട്ടാ എത്ര വർഷമാണ് പറഞ്ഞത്? 38 വർഷം. താൻ സോസിന്റെ കുപ്പിയിൽ റമ്മൊഴിച്ച് അമ്മ കൊടുക്കാൻ ഞാൻ കണ്ടല്ലോ. ആ കുപ്പി എവിടെ? ഇതാണോ കണ്ടത്? ഇത് തന്നെ, ഇത് തന്നെ. പരന്തു, ഇത് സോയാബീൻ സോസാണ്. മാഡം മണപ്പിച്ച് നോക്കൂ. ചേച്ചിക്കൊരു സ്പെഷ്യൽ ചിക്കൻ ഐറ്റം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പിള്ളസാൻ എന്നോട് പറഞ്ഞു. പാവ മനുഷ്യൻ. അതിനു വേണ്ടിയാ ഈ സോയാബീൻ സോസ് ഞാൻ എടുത്തത്. അതൊരു തെറ്റാണോ? എന്റെ ചിക്കൻ സത്യമുള്ളതാ. കർക്കിടക ചിക്കൻ സത്യമായിട്ട് ഞാൻ പറയാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ മോഷ്ടിക്കുമായിരിക്കും, പക്ഷെ എന്നെ കള്ളൻ എന്ന് വിളിക്കരുത്. ഇഷ്ടമല്ലെങ്കിൽ എന്നെ പിരിച്ചുവിട്ടേക്കൂ. ഞാൻ ഗോവയിലുള്ള എന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചോളാം. എല്ലാരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. പാവ സ്ത്രീ. ചേട്ടാ, ചെറുപ്പത്തിൽ ഈ സ്ത്രീക്ക് ഭ്രാന്തുണ്ടായിരുന്ന? തനിക്ക് നാണ അവരോട് തെണ്ടി. ഒരവണ മനുഷ്യൻ കഴിക്കുന്നില്ല. തനിക്ക് എന്താ വിഷമം? തന്റെ അപ്പന്റെ കാശൊന്നല്ലോ. ഇങ്ങോട്ട് വാടാ രാമ. സുഖമായിട്ട് കുളിക്കല്ലേ. അനാമന തൻ തൃപ്തി അനാമന. ശരിക്കും നടക്കടാ. മിസൈല് പൊട്ടണ പോലെ പൊട്ടണം. വെടിക്കെട്ട് കലക്കിയ പോരെ? വെടിക്കെട്ടല്ല, പാലത്തറക്കാരും മാടശ്ശേരിക്കാരും തമ്മിലുള്ള യുദ്ധം നടക്കാൻ പോണേ. ഇങ്ങോട്ട് ഇറങ്ങി വേടാ. എന്താ പാലുണ്ണിയേട്ടാ? കള്ള നായിന്റെ മോനെ, നീ ആ കഥാപ്രസംഗക്കാരൻ നാളെ എടുത്തോലേടാ. അയ്യോ, അവര് വരും. അവര് കായൽ കാണാൻ പോയിരിക്കാ. ഞാൻ അവരെ ബോട്ടിൽ കയറ്റി വിട്ടുന്നല്ലേ ഉള്ളൂ. എന്തിനാ നിന്റെ 16 അടിയന്തരം നടത്താനോ? എന്തിനാ എന്റെ 16 അടിയന്തരം നടത്തണേ? ഞാൻ ചത്തുപോയോ? ചത്തു പോയിട്ടില്ലടാ, ചത്തു പോകും. കൃത്യസമയത്ത് മാടശ്ശേരി തമ്പി അഥവാ പരമനാറി എന്നുള്ള കഥാപ്രസംഗം തുടങ്ങിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊത്തി നുറുക്കും. മാസ്റ്ററെ, ഇവനിവിടെ പോകാൻ നോക്കിയോ? വാടാ. അവന്മാരാ പാലത്തറക്കാരുടെ ചെക്കത്തരങ്ങൾ പറയാൻ പറഞ്ഞ സമയത്ത് വന്നില്ലെങ്കിൽ ഈ വെടുപ്പ് ഞാൻ കത്തിക്കും. നിന്നെ അടക്കം. കത്തിക്കാൻ ചൂട്ട് റെഡി ആയിക്കോ. റെഡി. രാവും പകലും നമ്മള് കാവല് നിന്നിട്ട് അവന്മാര് കടന്നു കളഞ്ഞിലോടാ. അതാ പാലത്തറക്കാരുടെ പണിയായിരിക്കും. ഏയ്, അതാ കള്ളപ്പിള്ളയുടെ പണിയാണ്. അയ്യോ, നിങ്ങൾക്ക് ഗതികേട് വന്നല്ലോ. പണയം വെച്ച് പോലെ ഈ പടക്കപ്പുരയിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഭാനുമതി, നീ കരയണ്ട. നിന്റെ ഭർത്താവ് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ചു എന്ന് വിചാരിച്ചാ മതി. അവര് വരണ്ടോ നോക്കാൻ? ഇല്ല, അവരിനി വരും തോന്നല്ല. എല്ലാ മഹാന്മാരും ഇങ്ങനെ തന്നെ മരിച്ചിരിക്കുന്നടി. ചേട്ടാ, ചേട്ടന് അവസാനത്തെ ആഗ്രഹം വല്ലതുണ്ടോ? എനിക്കൊരു പൂവമ്പഴം തിന്നണം. മധുരമുള്ള ഒന്നും കഴിക്കരുതെന്ന് നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? നിങ്ങൾക്ക് ഷുഗർ ഉള്ളതല്ലേ? ഇനി എന്ത് ഷുഗറാടി? അവരിനി ചങ്ങാടക്കടവിലെങ്ങാനും വരുവോ? ഏയ്, അത് ശരിയാ. പോയി നോക്കാം നമുക്ക്. നിന്ന് പിടിച്ചേ. അല്ലേ ഞാനും പറഞ്ഞത്. കൊടുന്ന നീ പാതി നിന്നോ? വേണ്ട, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹമല്ലേ, മുഴുവനും നിങ്ങൾ കഴിച്ചോ. എന്തൊരു ടേസ്റ്റായി. എനിക്കിത് തിന്നാൻ പറ്റില്ലല്ലോ. നീ ഇതിലെത്ര കാശ് പറ്റിച്ചടാ പന്നി. ഇനി എനിക്ക് എന്റെ ചേട്ടനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. പഴം കഴിക്കരുതെന്ന് ഡോക്ടർ. ഡോക്ടർ അമ്മേന്റെ വായ ഇങ്ങോട്ട് പോട്ടെ. എടുത്തോണ്ട് പോ. എല്ലാം കയ്യത്താ. ഇതെന്താ? പപ്പടം. പപ്പടാണല്ലേ. അപ്പൊ ഇതോ? മോര്. മോരാണല്ലേ. ഇതിലെന്താ? ചോറ്. അപ്പൊ കൂട്ടാനൊന്നുമില്ലേ? പറയിപ്പിക്കില്ല കേട്ടോ.
കൈ അയ്യോ കൈ എന്ത് സുഖം നിനക്കുണ്ടോ? ഞാൻ ഒരു കാര്യം ചെയ്യാം. മാളൂട്ടി ഇതൊക്കെ ഒന്ന് പിടിച്ചേ. വല്ലാത്ത വിശപ്പ്. ഞാൻ കൊണ്ടിട്ട് പോവാം. വന്നിട്ടുണ്ടാ മതി. വല്ലാത്ത വിശപ്പെന്നേ. വന്നിട്ടുണ്ടാ മതി എന്ന് പറഞ്ഞില്ലേ? വന്നിട്ടുണ്ടാമെന്നപ്പോ പറഞ്ഞു നീ. അപ്പൊ ഞാൻ ശരിയാക്കി തരാം. ഭർത്താവേ, എന്തൊരു വിശപ്പാ വിശപ്പ്. ഇങ്ങനെയുണ്ടൊരു വിശപ്പ്. വിശപ്പ് അട്ടിന്ന് ഇങ്ങോട്ട് കുതിച്ച് കേറി വരല്ലേ. ഇനിയിപ്പോ ഇത് വിശപ്പ് തന്നെ ആവോ? അമ്മോ, ഇല കീറിയാലോ? ഇല കീറിയാ മറ്റേ എടുക്കാലോ. വന്നിട്ടുണ്ടാ മതി. അവള അപ്പൻ്റെ ഉള്ളു അവിടുത്തെ ചോറും മറ്റും. ഞാൻ എൻ്റെ വായനൊന്നും കേൾക്കണ്ട. ഈ പട്ടന്മാരെ കാരണം കൊണ്ടേ ഒരു ബീഫും കൂടി ഉണ്ടാവില്ല പിശാചുകള്. ഇങ്ങോട്ട് പറ. ഇങ്ങനെയുള്ള കാര്യം ഞാൻ ഏറ്റു. സാറേ, വിശന്ന് പൊരിഞ്ഞിട്ട് വയ്യ സാറേ, എന്തെങ്കിലും തരണേ. എന്താ? വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തരണേ. നല്ല വിശപ്പുണ്ടോ? നല്ല പൊരിഞ്ഞ വിശപ്പുണ്ടോ? എന്തപ്പോ ഇയാൾക്ക് ഇങ്ങനെ വിശക്കണാവോ? ഇന്നാളൊരാളുടെ വിശപ്പ് ഇങ്ങനെ മാറ്റിയിട്ടുണ്ടല്ലോ. തന്റെ കുടുംബത്തോടെ തന്നെ വിശപ്പ. അപ്പൊ അതൊരു കാര്യം ചെയ്യും. ഞാൻ ഇവിടെ ഇരുന്ന് സുഖമായിട്ട് ഉണ്ണണത് താൻ അവിടെ ഇരുന്ന് സുഖമായിട്ട് കാണാം. അങ്ങനെ ഇന്നാളൊരാളുടെ വിശപ്പ് മാറിയിട്ടുണ്ട്. നായിന്റെ മോനെ, ഞാൻ വല്ലവനെയും ചാക്കി വെച്ച് രണ്ടു ഒറ്റ വാരി തിന്നാൻ നോക്കുമ്പോ പിച്ചപാത്രത്തിന് കഴിയാൻ നോക്ക. കൊന്നോളെ ഞാൻ. ഓടാ ഓടാ. നല്ല വിശപ്പുണ്ടെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യടാ പട്ടി. മാളൂട്ടി തേങ്ങ അരക്കിയ? തേങ്ങയും മുളകും കൂടി അരക്കിയ? അതെ. അതെ, ഈ തേങ്ങയും മുളകും കൂടി അരയ്ക്കുമ്പോ ഏറ്റവും മുമ്പ് അറിയണത് തേങ്ങയാണോ അതോ മുളകാണോ? എനിക്കിതൊന്ന് പഠിക്കണമെന്നുണ്ട്. പഠിപ്പിച്ചു തരുമോ? അതൊക്കെ അങ്ങ് സ്വന്തം വീട്ടിൽ പോയി പഠിച്ചാൽ മതി. അരയ്ക്കണത് ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമുണ്ട്. ആണോട്ടെ? അതെ, എനിക്ക് കുറെ കാലമായിട്ട് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടേ. നിനക്കിപ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയേ. എന്റെ അമ്മേ, ഓ മുളക് തന്നെയാണ്ടി മുമ്പ് അറിഞ്ഞത്. ഓ, ഈ പിശാചി അക്രമം ചെയ്ത് ഞാൻ പ്രേമത്തിന് എരിവും പുളിയുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഓ, എന്നാലും ഈ പെണ്ണ് ഇത്ര വലിയ ചതി ചെയ്യേണ്ട കാര്യമില്ല. ഈ പൈപ്പ് എന്റെ അമ്മേ. ഓ, വെള്ളല്ലേ. വാട്ടർ സപ്ലൈക്കാര് പണി മുടക്കാൻ കണ്ട ദിവസം ഇവരൊക്കെ എങ്ങനെയാ നന്നാവുക? ഒരു ടവലിന് കിട്ടാൻ എന്ത് ചെയ്യും? ഓ, എന്തായാലും പട്ടില് ടവലൊക്കെ വെച്ചിട്ട് തന്നെ പോയിരിക്കണേ. ദൈവമേ, എന്തിനേലുണ്ടോ അത്? വിസ്പനയിൽ വലിയൊരു ഇതെന്തത്ര നീളം തന്നെ.